രണ്ട് കാണാൻ സൗന്ദര്യമുള്ള പെൺകുട്ടികളായതുകൊണ്ട് ഭയങ്കരമായ എഴുത്തോടെഴുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ തീരുന്നില്ല, അങ്ങ് എഴുതി മരിക്കുകയാണ്. ഇതിനിടയിൽ ചില പാവങ്ങളായ ആളുകൾ ചോദ്യത്തിലൂടെ ചില സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ എഴുതി മറിക്കുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യത്തിലേക്കും വാചകങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഇത്രയേറെ പിന്തുണയും ഇത്രയേറെ വികാരങ്ങളും അവകാശ പ്രഖ്യാപനങ്ങളും ഒക്കെ വരാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്താ ഈ വിഷയത്തിൽ? ഒന്ന്, ആ കുട്ടികളെ കാണാൻ കൊള്ളാവുന്ന മെനയ്ക്കുള്ള രൂപത്തിലും ഭാവത്തിലും സ്വന്തം തന്തയുടെയും തള്ളയുടെയും ജനറ്റിക് ഘടകങ്ങൾ പാരമ്പര്യമായി കിട്ടി അവർ 10-18 വയസ്സ് വരെ മാന്യമായി വളർത്തി എന്നുള്ളതുകൊണ്ട് ആ കുട്ടികൾക്കുള്ള ഒരു സൗന്ദര്യവും ഒരു കാഴ്ചയും ഒരു ദർശനസുഖവും ഒക്കെ കണ്ടാണ് ഒരുപാട് പേർ ഇതിനകത്ത് കുത്തിമറിയുന്നത്. ഇതിപ്പോൾ എല്ലും തോലുമായ ഈ ആകർഷിക്കപ്പെടാത്ത രൂപത്തിലും ഭാവത്തിലുമുള്ള ഏതെങ്കിലും രണ്ട് പറമ്പിലൊക്കെ പണിയെടുക്കുന്ന നമ്മുടെ റോഡിൻ്റെ പണിക്കൊക്കെ വരുന്ന സഹോദരിമാരെ കൂട്ടിരിക്കുന്ന മെലിഞ്ഞുണങ്ങി കറുത്ത് വെയിൽ കൊണ്ടവർ രണ്ടുപേരും കൂടി ആയിരുന്നു ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയതെങ്കിൽ കുറേ പേർ തെറിവിളി അങ്ങ് തുടങ്ങിയേനെ. പച്ചത്തെറി, അവളുമാർക്ക് അങ്ങനെയാണ്, അവളുമാർക്ക് ഇങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. പണ്ട് സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷം അവരമ്മ ഒരുങ്ങുകയോ ഏതാണ്ട് നന്നായി വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ അവരെന്തോ കാണിക്കുകയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് എന്തോ ഒരു നിലവിളിയായിരുന്നു, എന്തൊരു തെറിവിളിയായിരുന്നു. ഇപ്പം ഇവർക്കിട്ടങ്ങ് വിളിയോടെ അങ്ങ് സ്നേഹത്തോടെ ഇവരുടെ സങ്കടം പറയുന്നു, പ്രയാസം പറയുന്നു. ഒത്തിരി ആങ്ങളമാരുടെ പ്രളയം, ഒരുപാട് ആങ്ങളമാർ. എന്നാൽ ഈ ആങ്ങളമാരാരെങ്കിലും അവരവരുടെ പെങ്ങന്മാരെയോ പെൺമക്കളെയോ ഇതിന് വിടാൻ തയ്യാറാണോ? അല്ല. ഇന്നൊരു ഒരു 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 ഫ്രണ്ട് എന്നോട് പറയുമായിരുന്നു, പണ്ടത്തെ കാലത്ത് കൂട്ടുകാരികളോടൊപ്പം പെൺമക്കൾ പോകുന്നതിനൊരു ധൈര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും പോയി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ കൂടെ ഇപ്പോൾ ഒരാളിൻ്റെ കൂടെ സ്ഥിരമായി നടന്നാൽ രക്ഷകർത്താക്കളുടെ മനസ്സിൽ ഭയം തോന്നിത്തുടങ്ങും, എടാ ഇത് ആ രോഗമാണെന്ന്. അപ്പോൾ ചോദിക്കും, പണ്ട് ഈ രോഗക്കാരുണ്ടായിരുന്നു എന്ന്. പണ്ടുമൊക്കെ ഉണ്ടായിരുന്നു, ആണിനും പെണ്ണിനും ഇടയിലൊക്കെ ഇതുപോലത്തെ രോഗം ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും അവർ സെലിബ്രിറ്റികളായിരുന്നില്ല. നമ്മൾ ചിലപ്പോൾ പറയാം, വടിക്കൽ അസനാരുഞ്ഞാക്കാക്ക് ഈ പണിയുണ്ട്, ഷാപ്പിൽ അണ്ണൻ ഇതിൻ്റെ ആളാണ്, പിന്നെ മറ്റേടത്ത് അവർ അന്നമ്മ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ പൊന്നമ്മ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ മൈമൂന അങ്ങനെ ആയിരുന്നു. ഇതൊക്കെ പേരുകൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ഓരോ കഥകൾ നാട്ടിൽ ഓരോരുത്തർ പറയുന്ന കഥകളാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അങ്ങ് മെയിൻ സ്ട്രീമിൽ എഴുതി പറ്റിച്ച് ഇതിനെയൊക്കെ അങ്ങ് വലിയ സെലിബ്രിറ്റി ഭാവം നൽകി ആസ്വദിക്കാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ ഈ പിരിവിരിപ്പിൻ്റെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഇതിന് മാർക്കറ്റ് കിട്ടുന്നത് ഇവർ കാണാൻ അഴകുള്ളവരും ഭംഗിയുള്ളവരും ആയതുകൊണ്ടാണ്. ഒന്ന്. ഇനി അത് പറയുന്നെങ്കിലും ഇന്നലെ ഒരുത്തം കണ്ടില്ലേ, ജസ്ല മാടശ്ശേരിയുടെ ഫോണിൽ അവൾ ലൈവായിട്ട് ഇട്ടിരിക്കുന്ന കണ്ടു, ഗൾഫിൽ നിന്നോ വേറെ ഏതോ സ്ഥലത്തുനിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു സോഫ്റ്റ് ഫീലിങ്ങും ഒന്നും ഒരു പോസ്റ്റിലും ഒന്നിലും ഇല്ലെങ്കിൽ പോലും അവൻ അവിടുന്ന് വിളിച്ചേക്കുന്നത്. അതിനകത്ത് കാണുന്ന പടവും ഒന്ന് കാണണം സ്ക്രീൻഷോട്ടിനകത്ത്. എന്നിട്ടാണ് വിളിച്ചിട്ട് പറയുന്നത്, അങ്ങ് മിണ്ടിക്കോളാഞ്ഞു വയ്യ, സുഖം കൊണ്ടങ്ങ് ഇരിക്കാൻ വയ്യ, എനിക്കങ്ങ് വിളിക്കാൻ തോന്നുന്നു, ഇങ്ങനെ പറയുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ആങ്ങളെന്നൊക്കെ പറഞ്ഞ് എഴുതുന്നവരും കമൻ്റ് ഇടുന്നവരും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് തീരുമാനിക്കട്ടെ, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു, അതുപോലെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന സുഹൃത്തുക്കളിൽ നിന്നാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്, നല്ല പടം അയച്ചു തരണമെന്ന് പറഞ്ഞാൽ ഇവരുടെ മെസ്സഞ്ചറിൽ ഇവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പെങ്ങളങ്ങ് മാറും, വേറെ രൂപത്തിലേക്ക് വരും. എന്ന് പറയുമ്പോൾ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതാണ് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്താണെന്നറിയുമോ? ഇവർ രണ്ടുപേരും മുസ്ലിം പേരുകാരാണ്. അതിൽ ആസ്വദിക്കുകയും സന്തോഷം കൊള്ളുകയും ചെയ്യുന്ന കുറേ രോഗികളുണ്ട്. എന്താണെന്നറിയോ? ഈ ഇസ്ലാം മതം, ഇതിൻ്റെ മതത്തിൻ്റെ ചുറ്റുപാട്, അതിൻ്റെ ഈ സംഗതികളൊക്കെ ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ അവരെ വിശ്വാസികളാരും അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നില്ല, അതിൽ തന്നെ നിൽക്കുന്നു, അടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തിൽ തുടരുന്നു. അതുകൊണ്ട് ആ വേലിക്കെട്ട് പൊളിച്ചു വരുന്നവരാരാണോ അവർക്ക് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു സവിശേഷമായ പിന്തുണയുണ്ട്. ആ പിന്തുണ കൂടി ചേരുമ്പോഴാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നവരാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പോസ്റ്റ് ഇതിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത് വളരെ വിചിത്രമായ പോസ്റ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഇതെല്ലാം ഒരേ സ്ക്രിപ്റ്റാണ്. ഇവർക്കൊക്കെ PR ഏജൻസികളുണ്ട്, ഇവരെ കൊണ്ട് നടക്കുന്നവരുണ്ട്, ഇവരെ വെച്ച് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അത് എഴുതുകയാണ്. അതായത് വേറൊന്നുമല്ല, ഇന്നലെ മുതൽ ഓരോരുത്തന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, നിൻ്റെ മകൾ ഇങ്ങനെ ആയാൽ നീ എന്ത് ചെയ്യുമെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്ന് കൂടി ഈ ചോദ്യം ചോദിക്കുന്നവർ പറഞ്ഞു തന്നിരുന്നതിൽ നന്നായിരുന്നു. ഹോമോസെക്ഷലായ ഒരാളെ പിടിച്ചൊരു പയ്യന് കെട്ടിച്ചു കൊടുത്തു, അവൻ്റെ ജീവിതം കൂടി ആക്കണോ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ചിന്തിക്കും? അതോ അവളെ പിടിച്ച് വീട്ടിൽ പൂട്ടിയിടണോ? എങ്കിൽ എത്ര നാൾ അങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് ഇതിനകത്ത് ഇവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. ഉത്തരം വളരെ ലളിതമാണ്.
ഈ ലോകത്തെല്ലാ കാലത്തും പല സ്വഭാവക്കാരായ മനുഷ്യരും പല ലൈംഗിക വൈകൃതങ്ങളുള്ളവരും എന്നും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ, ഞാൻ HIV എയ്ഡ്സ് കൺട്രോൾ പ്രോജക്റ്റിൻ്റെ മാനേജറായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് വന്നൊരു ക്ലയൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹീസ് ഹാവിങ് സെക്സ് വിത്ത് ഹെൻ. കോഴിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട്, മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട്. അങ്ങനെ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാളിനെ, അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണാടിനെയും അതിനെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവനെയും കൂടെ കൊണ്ട് ബിഗ് ബോസിൽ കെട്ടി അവിടെ വെച്ച് ബിഗ് ബോസിൽ എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്ത് എന്നിട്ട് ആടിൻ്റെ അവകാശവും ആ ആടിൻ്റെ ബാക്കി പ്രവൃത്തികൾ ചെയ്യുന്നവൻ്റെ അവകാശവും ചർച്ച ചെയ്യുന്നതാണോ ആരോഗ്യകരവും പുരോഗമനപരവുമായ ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യം? അതാണോ? അവരെ വഴിക്ക് വിട്ടേക്കണം, അവർ പോട്ടെന്ന് നോക്കണം. അവരെ വീട്ടിൽ കയറ്റി എൻഡോഴ്സ് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ എൻഡോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ എഴുത്, എൻ്റെ പെൺമക്കളെ അവരുടെ കൂടെ വിട്ടുകൊടുക്കാം പരിശീലനത്തിന് എന്ന് എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എഴുത്. അല്ലാതെ പൊതുസമൂഹത്തിൽ കിടന്ന് കുറേ വളവള അടിച്ച് അവരുടെ അവകാശങ്ങൾ ഇവരുടെ അവകാശങ്ങൾ വിളിച്ചോണ്ട് വന്നിട്ട് അപമാനിച്ചവർ വിളിച്ചോണ്ട് വന്നു. ഓരോരുത്തർക്കും അർഹിക്കുന്നതേ സമൂഹത്തിൽ നിന്ന് ലഭിക്കാവൂ, അത്രയേ ഉള്ളൂ, അത്രമാത്രം. അല്ലാതെ അതിനപ്പുറത്ത് വേറെ ഭയങ്കര കാര്യമൊന്നുമില്ല. അവരെ ആരും ഉപദ്രവിക്കണ്ട, അവരുടെ പിന്നാലെ ആരും പോകണ്ട. പക്ഷേ അവരെയൊക്കെ കയറ്റി വാഴ്ത്തി സെലിബ്രിറ്റികളാക്കി തലേ ചുമന്നുകൊണ്ട് നടക്കുന്നത് കണ്ടാൽ അത് ഒരു സാമൂഹ്യ വിമർശനത്തിന് ഇടയാക്കേണ്ടത് ആരോഗ്യകരമായ സാമൂഹിക ചുറ്റുപാടിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടല്ലേ വയസ്സി എന്നവർ കൊച്ചു പെൺകുട്ടികളെ കെട്ടിയാൽ പെട്ടെന്ന് തന്നെ അത് സാമൂഹ്യ മാധ്യമത്തിൽ വാർത്തയാവുന്നത്? എന്താ? അത് കെട്ടിച്ചു കൊടുക്കുന്നവർ ഇഷ്ടമല്ലേ? കെട്ടുന്ന ആളിൻ്റെ ഇഷ്ടമല്ലേ? എന്താ അതിൽ സാമൂഹ്യ വിമർശനം നടക്കുന്നത്? അതിലൊരു അനൗചിത്യവും ഒരു ശരിയല്ലായ്മയും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതുപോലും പ്രകൃതി വിരുദ്ധമല്ല, ഇത് പ്രകൃതി വിരുദ്ധമാണ്. ആ പ്രകൃതി വിരുദ്ധതയെ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് ട്രെൻഡ് സെറ്റ് ചെയ്ത് വരുന്നത്. ഓരോരുത്തരും വരുമ്പോൾ അതിനെ ആഘോഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആടിൻ്റെ പുറകിൽ ലൈംഗിക സുഖം കണ്ടെത്തുന്നവനുണ്ടെങ്കിൽ ആ ആടിനെയും അവനെയും പേരിട്ട് കൊണ്ട് നടന്ന് ആഘോഷിക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ എന്തൊരു സമൂഹമാണ്? അവിടെയാണ് ചോദ്യം. അതിലുണ്ട് ഉത്തരവും.